ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ കഴുത്തിൽ കൂടി ചുറ്റിപ്പിടിച്ചു. എന്നെ എന്നെ ഒറ്റയ്ക്കാക്കല്ലേ, എനിക്ക് പേടിയാ. അവൾ പറയുന്നത് കേട്ടതും ആദ്യം അവളുടെ കഴുത്തിടുക്കിൽ നിന്നും മുഖം മാറ്റി. അവൻ സംശയത്തോടെ അവളെ ബലമായി തന്നിൽ നിന്നും അകറ്റിയതിനു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി. ആമി, അവൻ സംശയത്തോടെ വിളിച്ചു. എനിക്ക് പേടിയായി ചായ, ഞാൻ ഒറ്റയ്ക്കാവുമോ? അവൾ ബാക്കി പറയുന്നതിന് മുൻപേ തന്നെ അവനവളുടെ വാ പൊത്തിപ്പിടിച്ചു. ഇല്ല, ഞാൻ ജീവനോടെയുള്ള കാലത്തോളം ഒരിക്കലും എൻ്റെ ആമി ഒറ്റയ്ക്കാവില്ല. പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. അവൻ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. സ്നേഹിച്ചതൊന്നും ആഗ്രഹിച്ചതൊന്നും എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. എല്ലാം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ദേ നോക്കിക്കേ. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ നിറഞ്ഞ മിഴികളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ കരയുന്ന ആമിയെ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഇന്ന് അവിടെ വെച്ച് ഫെലിക്സിനോട് കുറുമ്പോടെ ദേഷ്യപ്പെട്ട ആ ആമിയെ വേണോ എനിക്ക്. ആ ആമിയെ കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ അവളെ നോക്കി പറഞ്ഞു. ചെല്ല്, കുറച്ച് നേരം കിടന്നുറങ്ങിക്കോ. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ആമിയുടെ എല്ലാ സങ്കടങ്ങളും മാറും. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവളെ കട്ടിലിലേക്ക് കിടത്തി പുതപ്പിച്ചതിന് ശേഷം കരഞ്ഞു വാടി തളർന്നിരിക്കുന്ന അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടുകൾ ചേർത്തു. നിറഞ്ഞ മിഴികളെ സ്വയം തുടച്ചതിന് ശേഷം അവൻ അവളുടെ മുറിയിൽ നിന്നും പോയിരുന്നു. ആമിയിലുണ്ടായ ആ മാറ്റം അതെല്ലാവരെയും വളരെയധികം സന്തോഷിപ്പിച്ചു. പ്രത്യേകിച്ച് അവളുടെ മമ്മിയെയും ജസ്റ്റിൻ്റെ മമ്മിയെയും. സന്തോഷമായി മോളെ, മമ്മിക്ക് ഒരുപാട് സന്തോഷമായി. സത്യത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് എനിക്ക് ആവലാതിയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവർ ആമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോനോട് എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടത്? അവർ ആദിയുടെ നേർക്ക് തിരിഞ്ഞു. അമ്മ എന്തിനാ എന്നോട് നന്ദി പറയുന്നേ? ഞാനാ ശരിക്കും അമ്മയോട് നന്ദി പറയേണ്ടത്. അവൻ പറയുന്നത് കേട്ടതും അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആമിയെപ്പോലെ ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തതിന്. അതുകൊണ്ടല്ലേ എനിക്കിവളെ കിട്ടിയത്. സത്യത്തിൽ ഇവളെ കിട്ടിയ ഞാനാ ഭാഗ്യവാൻ, അല്ലേ ആമി? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല. അമ്മയുടെ ഈ മോളെ ഒരു കുഞ്ഞു വാക്കുകൊണ്ട് പോലും ഞാൻ വേദനിപ്പിക്കില്ല. ഞാൻ കാരണം ഒരിക്കലും ഇവളുടെ കണ്ണുകൾ നിറയില്ല. അതുപോലെ ഞാൻ ഇവളെ സ്നേഹിക്കും. ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാണ്. കൂടെ ഞാൻ ഇന്ന് വരെ കാണാൻ കഴിയാതെ പോയ എൻ്റെ ആമിയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, എൻ്റെ ആമിയെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്ന അവളുടെ മാത്രം ഇച്ഛായന് കൊടുക്കുന്ന വാക്ക്. അവൻ പറഞ്ഞുകൊണ്ട് ജസ്റ്റിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി. ഒരു വേള ആ ഫോട്ടോയിൽ ജസ്റ്റിൻ്റെ മുഖം ഒന്നുകൂടി പ്രകാശിച്ചതുപോലെ അവർക്ക് തോന്നിയിരുന്നു. നീ സ്നേഹിച്ചതുപോലെയാണോ ഞാനിവളെ സ്നേഹിക്കുന്നതെന്നും സ്നേഹിക്കാൻ പോകുന്നതെന്നും എനിക്കറിയില്ല. അത് പറയേണ്ടത് ദേ ഇവൾ എന്തെങ്കിലും ഒരിക്കൽ അതെന്നോട് പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് നിനക്ക് മുകളിലായിരിക്കും എൻ്റെ സ്ഥാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ആമിയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ജസ്റ്റിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും ആമി തല ചരിച്ചു വെച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതിനവനൊന്നും മിണ്ടാതെ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. ഓരോ ദിവസം കഴിയും തോറും ആമിയും ആദിയും പരസ്പരം കൂടുതൽ അടുത്തു. അവളിൽ കുറുമ്പും വാശിയും കൊഞ്ചലും തിരികെ വന്നു. അതൊക്കെ അവളിൽ നിന്നുമുള്ള സ്നേഹപ്രകടനമാണെന്ന് ആദിക്കറിയാവുന്നതുകൊണ്ട് അവനും അത് ആസ്വദിച്ചു. ഒരു ദിവസം, അതൊരു ഞായറാഴ്ചയാണ്. ജസ്റ്റിൻ്റെ മരണശേഷം ഒരുപാട് നാൾക്ക് ശേഷമാണ് ആമി അവരുടെ പള്ളിയിലേക്ക് പോകാൻ പോകുന്നത്. അതും ആദിയുടെയും അമ്മയുടെയും നിർബന്ധമാണ്. മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള അവളുടെ മടുപ്പും മറ്റും മാറ്റിയെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അവളെ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഒടുവിൽ ആദി വന്നാൽ അവൻ്റെ ഒപ്പം പോകാമെന്ന് അവൾ പറഞ്ഞു. രാവിലെ നല്ല ഉറക്കത്തിലാണ് ആദി. വാതിലിൽ തുടരെയുള്ള മുട്ടുകേട്ടാണ് അവൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. സമയം നോക്കിയതും 5:30 ആയതേ ഉള്ളൂ. ഈ സമയത്ത് ഇതാരാണെന്നുള്ള സംശയത്തോടെ അവൻ ചെന്ന് വാതിൽ തുറന്നു. തൻ്റെ മുൻപിൽ ഒരു വൈറ്റ് കളർ ചുരിദാറിട്ട് ഒരുങ്ങി വന്ന് നിൽക്കുന്ന ആമിയെ കണ്ടതും അവൻ കണ്ണെടുക്കാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളൊരു സിമ്പിളായിട്ടുള്ള വൈറ്റ് കളർ ചുരിദാറായിരുന്നു വേഷം. നെറ്റിയിലൊരു കുഞ്ഞു പൊട്ട് തൊട്ടിട്ടുണ്ട്. കഴുത്തിലൊരു സിമ്പിൾ ചെയിനാണ് ഇട്ടിരിക്കുന്നത്. ജസ്റ്റിന് ഇട്ടുകൊടുത്തിരുന്ന മിന്നുമാല അവൾ മാറ്റിയിട്ടുണ്ടെന്ന് ആദിക്ക് മനസ്സിലായി. കാതിലൊരു വെള്ളക്കമ്മലാണ് അവൾ ഇട്ടിരിക്കുന്നത്. കണ്ണുകൾ ചെറുതായി എഴുതിയിട്ടുണ്ട്. വേറൊരു തരത്തിലുള്ള ചമയങ്ങളും അവൾക്കുണ്ടായിരുന്നില്ല. ഇടത് കൈയിൽ വാച്ചും വലത് കൈയിൽ ഒരു ചെയിനും. മുടി വെറുതെ പുറകിലേക്ക് വെച്ചൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. തൻ്റെ മുൻപിൽ അങ്ങനെ ഒരുങ്ങി വന്ന് നിൽക്കുന്ന അവളെ കണ്ടതും ആദ്യം കാണുന്നത് സ്വപ്നമാണോ എന്നുള്ള അർത്ഥത്തിൽ അവളെ കളിയാക്കിക്കൊണ്ട് കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി നോക്കി. എന്താണെന്ന് അറിയത്തില്ല, ഒരു പ്രകാശം. സൂര്യന് നേരത്തെ ഉദിച്ചോ? അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ തന്നെ നല്ലതുപോലെ കളിയാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി.
അവൾ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് നെറ്റി ചുളിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അയ്യോ, ഇതെൻ്റെ ആമിയായിരുന്നോ? ഞാൻ കരുതി സൂര്യൻ്റെ പ്രകാശമായിരിക്കുമെന്ന്. അവൻ വീണ്ടും അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യ, രാവിലെ എഴുന്നേറ്റ് വന്ന് ഊളെ കോമഡി അടിക്കാതെ പോയി കുളിച്ചിട്ട് വന്നേ. ഞാൻ എത്ര നേരമായിട്ട് ഫോണിൽ വിളിക്കുന്നു. ഇന്ന് പള്ളിയിൽ പോകണമെന്ന് നേരത്തെ പറഞ്ഞിട്ട്. അവൾ അവനെ നോക്കി ചോദിച്ചപ്പോഴാണ് അവനും ആ കാര്യം ഓർക്കുന്നത്. ഓ, ഇന്ന് നമ്മൾ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ? പോയി കുളിച്ചിട്ട് വാ. കുളിച്ചിട്ടാ പള്ളിയിൽ പോകേണ്ടത്. കുളിക്കാനോ? ഈ 5:30 മണിക്കോ? നീ ഒന്ന് പോയേ പെണ്ണെ, എനിക്കെങ്ങും വയ്യ. ഞാൻ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി. അത് കേട്ടതും അവൾ മുഖം കൂർപ്പിച്ച് വെച്ച് തിരികെ അവനെ നോക്കി. അവൾ അവനെ തള്ളി പുറകിലേക്ക് മാറ്റിയിട്ട് റൂമിൻ്റെ അകത്തേക്ക് കയറി വാതിലടച്ച് ലോക്ക് ചെയ്തു. അവൻ സംശയത്തോടെ അവളെ നോക്കി. അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവന് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. അവൾ അകത്തേക്ക് കയറി വന്ന് അവൻ്റെ കബോർഡ് തുറന്നതിന് ശേഷം അതിൽ നിന്ന് ഒരു ബ്ലാക്ക് കളർ പാൻറ്റും വൈറ്റ് ഷർട്ടും എടുത്ത് പിന്നെ അത് കട്ടിലിലേക്ക് വെച്ചു. സ്റ്റാൻഡിൽ കിടന്നിരുന്ന ടവൽ എടുത്ത് അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. 5 മിനിറ്റ് സമയം ഞാൻ തരും. പോയി ബ്രഷ് ചെയ്ത് കുളിച്ചിട്ട് വരണം. കുളിച്ചിട്ട് വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അവൾ അവനെ നോക്കി കൈകൾ മാറിൽ കെട്ടിക്കൊണ്ട് പറഞ്ഞു. കുറച്ച് ദിവസമായിട്ടുള്ള അവളുടെ ഈ പെരുമാറ്റം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആദിക്കതിൽ സംശയമൊന്നും തോന്നിയില്ല. കാരണം ഓരോ ദിവസവും അവൾ ആദിയുടെ സ്വന്തമാകാൻ ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഓരോ പെരുമാറ്റവും ചലനങ്ങളും അവനും ആസ്വദിക്കുകയായിരുന്നു. എടി പെണ്ണെ, എനിക്ക് കുളിക്കാൻ വയ്യടി, തണുക്കും. അവൻ തണുക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. കൂടുതൽ ഡ്രാമയൊന്നും എന്നോട് ഇറക്കണ്ട. എന്നെ കെട്ടണമെന്നുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ പറഞ്ഞോ. അവൾ അവനെ നോക്കാതെ കൈകൾ മാറിൽ കെട്ടി തിരിഞ്ഞു നിന്നു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ പൊന്നെ. എൻ്റെ ആമിക്കുട്ടിയെ കെട്ടാൻ വേണ്ടിയിട്ടല്ലേ അങ്ങ് ദുബായിൽ നിന്ന് ഞാൻ പറന്നു വന്നത്. അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ അങ്ങനെ പറയുന്നത് കേട്ടതും അവളുടെ മുഖം ചുവന്നു. എങ്കിൽ സാറ് പോയി കുളിച്ചിട്ട് വാ. അവനെ തള്ളി മാറ്റി ടവൽ അവൻ്റെ കയ്യിൽ വെച്ചതിന് ശേഷം അവളും പറഞ്ഞു. എടീ, അത് പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ എന്താണെന്ന് ചോദിച്ചു. ഇച്ഛായെന്ന് വിളിക്ക്. അവൻ അവളെ നോക്കി വല്ലാത്ത ഭാവത്തോടെ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ടൈം ആകുന്നു, കുളിച്ചിട്ട് വാ. അവൾ അവനെ തള്ളി മാറ്റി. എങ്കിൽ പോ, ഞാനെങ്ങും വരുന്നില്ല. അവൻ അതും പറഞ്ഞ് അവളോട് പിണങ്ങിയതുപോലെ കട്ടിലിലേക്ക് ചെന്നിരുന്നു. അത് കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. മുഖമൊന്ന് കുനിച്ചു വെച്ച് അവളെ നോക്കാതെ കുനിഞ്ഞിരിക്കുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ഇച്ചായനല്ലേ? കണ്ണുകൾ ചിമ്മി കൊഞ്ചലോടെ തന്നെ നോക്കി പറയുന്ന അവളെ കണ്ടതും ആദിക്ക് ചിരി വന്നു. അവൻ പെട്ടെന്ന് അവളുടെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളെ അവൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് അലഞ്ഞു. ചുണ്ടുകൾ അവളുടെ ചുണ്ടിൻ്റെ അടുത്തേക്ക് അടുത്തു. എന്നാൽ അതിനു മുൻപേ തന്നെ അവളുടെ കൈകൾ കൊണ്ട് അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. പല്ല് പോലും തേച്ചിട്ടില്ല, ഉമ്മിക്കാൻ വന്നേക്കുവാ, പോയി കുളിച്ചിട്ട് വന്നേ. അവൾ കുസൃതിയോടെ അവനെ നോക്കി പറഞ്ഞു. അപ്പോൾ കുളിച്ചിട്ട് വന്നാൽ തരുമോ? അവൻ ആകാംക്ഷയോടെ അവളെ നോക്കി ചോദിച്ചു. ഇപ്പം ഇല്ല, പള്ളിയിലേക്കാ പോന്നേ. അവൾ അവനെ നോക്കി അതിനും മറുപടി പറഞ്ഞു. ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ശേഷം ബാത്റൂമിലേക്ക് പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങി. അവൻ ഇറങ്ങിയപ്പോൾ അവൾ അതേപോലെ തന്നെ അവൻ്റെ കട്ടിലിൽ ഇരിപ്പുണ്ട്. അവിടെയായിരുന്നു ഫോൺ നോക്കിയിരിക്കുകയാണ് ആമി. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അത് തൻ്റെ ഫോണാണെന്ന് ആദിക്ക് മനസ്സിലായത്. അത് മനസ്സിലായതും അവൻ ചിരിയോടെ തലയൊന്ന് തുവർത്തി. ഫോണിൽ നിന്നും കണ്ണുകളെടുത്ത ആമി നേരെ നോക്കിയതും കുളിച്ചിട്ടിറങ്ങി വരുന്ന ആദിയാണ് കണ്ടത്. ഒരു ടവൽ അവൻ ഉടുത്തിട്ടുണ്ട്, മറ്റേതുകൊണ്ട് തല തുവർത്തുകയാണ്. ആമിയുടെ കണ്ണുകൾ ആദ്യം പോയത് അവൻ്റെ നെഞ്ചിലേക്കാണ്. ആമി എന്തോ നോക്കുന്നത് കണ്ടതും അവനും തന്നെ നോക്കി. അപ്പോഴാണ് നെഞ്ചിലായി കുത്തിയിരിക്കുന്ന ടാറ്റുവിലേക്കാണ് അവൾ നോക്കുന്നതെന്ന് ആദിക്ക് മനസ്സിലായത്. അവൻ പെട്ടെന്ന് തന്നെ ടവല് കൊണ്ട് അവിടെ മറച്ചു പിടിച്ചു. ശേഷം ഒന്നും അറിയാത്തതുപോലെ കട്ടിലിൽ കിടന്ന തൻ്റെ ഷർട്ട് എടുത്തിടാൻ തുടങ്ങി. തന്നെ അവൻ മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് ആമിക്ക് തോന്നി. അവൾ പെട്ടെന്ന് കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഇടാനെടുത്ത് വെച്ച ഷർട്ട് ബലമായി മാറ്റി കട്ടിലിലേക്കിട്ടു. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എടി, ദേ ടൈമായി, നിനക്ക് പള്ളി പോണ്ടേ? അവൻ വിഷയം മാറ്റാൻ എന്ന പോലെ അവളെ നോക്കി പറഞ്ഞു. എന്നാൽ അത് കേട്ടതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ശേഷം അവൻ്റെ പുറത്ത് വെച്ചിരുന്ന ടവൽ ബലമായി മാറ്റി. നെഞ്ചിൽ ടാറ്റ കുത്തിയിരിക്കുന്നത് അവൾ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ചുണ്ടുകൾ വിതുമ്പി. കൈകൾ യാന്ത്രികമായി അവൻ്റെ നെഞ്ചിലേക്ക് നീണ്ടു. വിരലുകൾ കൊണ്ട് അവിടെ പതിയെ ഒന്ന് തഴുകി. ആമി. അവിടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അവൻ വിളിച്ചു. എന്തിനാ?
എന്തിനാ ഇതൊക്കെ? അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ നെഞ്ചിൽ പച്ച കുത്തിയ അവളുടെ മുഖം അത് മിന്നായം പോലെ ഒന്ന് കണ്ടതാണ്. ഒരു പെണ്ണിൻ്റെ ഫേസാണെന്ന് അന്നേ മനസ്സിലായിരുന്നു. പക്ഷെ അതൊരിക്കലും തൻ്റെ മുഖമായിരിക്കുമെന്ന് കരുതിയിരുന്നില്ല. എൻ്റെ ആമിയെ മറക്കാതിരിക്കാൻ നീ എല്ലാം ഇട്ടെറിഞ്ഞ് അവിടുന്ന് പോയപ്പോൾ വല്ലാത്തൊരു മിസ്സിങ് ആയിരുന്നു. അപ്പോൾ മനസ്സിൽ തോന്നിയതാ ഇങ്ങനെ ഒരെണ്ണം. തോന്നിയപ്പോൾ തന്നെ പോയി കുത്തുകയും ചെയ്തു. അവൻ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. വേദനിച്ചില്ലേ? കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു. മനസ്സ് നിറയെ നിന്നോട് പ്രണയമാകുമ്പോൾ ശരീരത്തിലെ വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല ആമി. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. എന്നാൽ ആമിയുടെ വിരലുകൾ അപ്പോഴും അവൻ്റെ നെഞ്ചിൽ തഴുകുകയായിരുന്നു. അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൻ്റെ അടുത്തേക്ക് അടുക്കുന്നത് അവനറിഞ്ഞു. അവൻ സംശയത്തോടെ അവളെ നോക്കി. അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു. അങ്ങനെ ഒരു നീക്കം അത് ആദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ കണ്ണുനീരും അവളുടെ ചുംബനത്തിനോടൊപ്പം അവിടെ പതിഞ്ഞിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഡേറ്റിൽ നിന്നെ സർപ്രൈസായിട്ട് കാണിക്കാമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ അതിനു മുൻപേ നീ ഇങ്ങനെ കയറി ആക്രമിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കളിയാക്കി. ഒരുങ്ങി താഴേക്ക് വാ, ഞാൻ താഴെ ഉണ്ടാകും. അത് കേട്ടതും അവൾ തലയുയർത്തി പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ റെഡിയായിട്ട് ഒരുമിച്ച് പോകാം. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ കട്ടിലിലേക്കിരുന്നു. അല്ല, അവൻ അവളുടെ ഷോൾഡറിൽ പിടിച്ച് അവളെ കട്ടിലിലേക്കിരുത്തി. പിന്നെ അവളെ നോക്കി തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ആമി പെട്ടെന്ന് കുറുമ്പോടെ തൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. നിന്റെ പ്രോപ്പർട്ടി തന്നെയാ പെണ്ണെ. അവൾ കണ്ണുകൾ പൊത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ടതും ആദ്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അതിന് ആമി ഒന്നും തന്നെ മിണ്ടിയില്ല. ആദ്യം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പോകാം, അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. പിന്നെ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തിരുന്നു. ആമി സംശയത്തോടെ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി പുരികം പൊക്കി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുത്തു. ആ നിമിഷം അവളും അത് ആഗ്രഹിച്ചിരുന്നുവോ എന്തോ. ആമിയുടെ കണ്ണുകൾ അടഞ്ഞു. അവൻ അവളുടെ ചുണ്ടിലൊന്ന് നുണഞ്ഞു വിട്ടു. ആമി അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ. കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ആമിയെ നോക്കി അവൻ തിരികെ ചിരിയോട് ചോദിച്ചു. അത് കേട്ടതും ആമി അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ കവിളിലും അമർത്തി ചുംബിച്ചിരുന്നു. അവർ രണ്ടുപേരും കൂടി ഒരുക്കി താഴേക്കിറങ്ങി. അവരെ കാത്തുന്ന പോലെ മമ്മിയും താഴെ ഇരിപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും വെള്ള ഡ്രസ്സിൽ ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഐശ്വര്യം തന്നെ ഉണ്ടായിരുന്നു. അല്ല, ഇതെന്താ അമ്മ വരുന്നില്ലേ? അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു. ജുവ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോനെ. അവൾ രാവിലെ എത്തും. അപ്പോൾ അവൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വാ. അവർ ചിരിയോടെ അവനെ നോക്കി മറുപടി പറഞ്ഞു. ഞാൻ ഇന്നലെ കൂടി ജുവയോട് പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ വീഡിയോ കോളിൽ മാത്രം ഇരിക്കാതെ ഒന്ന് നേരിട്ട് വരാൻ. ഇന്നലെ വിളിച്ചപ്പോൾ പോലും അവൾ പറഞ്ഞില്ലല്ലോ. ആദ്യം സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. പെട്ടെന്നാ ലീവ് കിട്ടിയത്. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും നേരത്തെ പോയി കിടന്നില്ലേ? അതുകൊണ്ട് ഞാനും അതങ്ങ് പറയാൻ വിട്ടു. അല്ലമ്മേ, ഞാൻ അവളെ പോയി ബസ് സ്റ്റാൻഡിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാം. അവൻ സംശയത്തോടെ അവരോട് പറഞ്ഞു. വേണ്ട മോനെ, അവളൊരു ഓട്ടോയിൽ ഇങ്ങ് വരും. നിങ്ങൾ പള്ളിയിൽ പോയിട്ട് വാ. ഇപ്പം തുടങ്ങിയ കുർബാന 8 മണിയാകുമ്പോൾ തീരും. ചിലപ്പോൾ അവൾ വരുന്ന ടൈമിലായിരിക്കും നിങ്ങളും വരുന്നത്. അവർ അവനെ നോക്കി മറുപടി പറഞ്ഞു. ശരി അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. അവന് പറഞ്ഞുകൊണ്ടിറങ്ങിയതും ആമയും അവരോട് യാത്ര പറഞ്ഞതിന് ശേഷം അവൻ്റെ ഒപ്പം ഇറങ്ങി. അവർ രണ്ടുപേരും പോകുന്നത് ആ അമ്മ സന്തോഷത്തോടെ നോക്കി നിന്നു. ആ സ്നേഹവും കരുതലും സന്തോഷവും ഒക്കെ എന്നും നിലനിൽക്കണമെന്നും ഇനിയൊരു പരീക്ഷണം തൻ്റെ മകൾക്കുണ്ടാകല്ലേ എന്നും ആ അമ്മ കണ്ണുനീരോടെ ഒരു നിമിഷം പ്രാർത്ഥിച്ചു. പള്ളിയിലേക്ക് എത്തിയ അവരിൽ രണ്ടുപേരിലുമായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ, പ്രത്യേകിച്ച് സന്തോഷത്തിൽ നിൽക്കുന്ന ആമയിൽ. ചിലർ ഒരുമാതിരി പുച്ഛത്തോടെയാണ് അവളെ നോക്കിയത്. ഒരുത്തം പോയപ്പോൾ മറ്റൊരുത്തിനെ പിടിച്ചു എന്നുള്ള രീതിയിൽ. എങ്ങനെ ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള സംശയമായിരുന്നു അവിടെ പലർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ചില അമ്മമാർക്ക് അങ്ങനെയായിരുന്നില്ല. അവളെല്ലാം മറന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് പോയല്ലോ എന്നായിരുന്നു പലരുടെയും ചിന്ത. ആമി ആദിയുടെ കൈപിടിച്ചാണ് പള്ളിയിലേക്ക് നടന്നത്. അതാരാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പരിചയപ്പെടുത്തിയത് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെന്നായിരുന്നു. അതുകൊണ്ടാണ് പലരിലും പല ഭാവങ്ങളും ഉടലെടുത്തത്. സന്തോഷമുള്ള മുഖങ്ങളെ അവൾ ചേർത്ത് പിടിച്ചപ്പോൾ തന്നെ പുച്ഛത്തോടെ നോക്കുന്ന പല മുഖങ്ങളെയും അവൾ തള്ളിക്കളഞ്ഞു. ആദ്യം നോക്കിക്കാണുകയായിരുന്നു അവൻ്റെ ആമയെ, അവളുടെ കണ്ണുകളിലെ സന്തോഷത്തെ. ഒരു കൈയാൽ അവളെ ചേർത്ത് പിടിച്ച് അവൻ ആ പള്ളി ഇറങ്ങുമ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ മണി മുഴങ്ങിയിരുന്നു.